എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താറിന് ഉണ്ടാക്കുന്ന ഒരു മധുര പാനീയമാണ് തരിക്കഞ്ഞി. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. തരിക്കഞ്ഞി തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് തരിക്കഞ്ഞി തയ്യാറാക്കുന്നതിനായി എടുത്തിട്ടുള്ളത്. എടുക്കുന്ന പാലിന് കട്ടിയുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള പാൽ പാക്കറ്റ് പാലായതിനാൽ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. പാല് തിളച്ച് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാൽ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 4 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ചേർത്തിട്ടുള്ള റവ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. റവ ചേർത്ത പാലിൽ കിടന്ന് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മധുരത്തിന് ആവശ്യമായ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വറവ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോഴേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെയും വേണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിന് വേണം ഫ്രൈ ചെയ്ത് കിട്ടേണ്ടത്. ഇനി ഇത് തരിക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളവയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന തരിക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.